തരിയത് കുഞ്ഞിത്തോമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. അദ്ദേഹം കോതമംഗലം സ്വദേശിയായിരുന്നു. തിരുവിതാംകൂർ രാജ്യത്ത് ശ്രീമൂലം പ്രജാസഭയിലും പിന്നീട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തിരുവിതാംകൂർ നിയമസഭയിലും അതിനുശേഷം തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ഒരു അത്യുത്തമ കത്തോലിക്കനായിരുന്നു എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ സംസ്ഥാനത്ത് കത്തോലിക്കരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ വാദിച്ച ഒരു വലിയ പോരാളി കൂടിയായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ അദ്ദേഹം പറയും അതിലെ കത്തോലിക്കിന് പ്രാതിനിധ്യം വേണം, അല്ലെങ്കിൽ തഹസിൽദാരന്മാരെ നിയമിക്കുമ്പോൾ കത്തോലിക്കർക്ക് കിട്ടിയ പ്രാതിനിധ്യം കുറഞ്ഞു പോയി, അവർക്ക് പങ്കാളിത്തം കിട്ടിയില്ല. ഇങ്ങനെ നിരന്തരമായി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആവലാതികൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു തരിയത് കുഞ്ഞിത്തോമൻ. അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയുടെ കാലത്തിന് ശേഷം നിയമസഭയിലേക്ക് മത്സരിച്ചായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ അപ്പോഴത്തേക്ക് മരിച്ചുപോയി കാണും എന്നെനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കഥ, അത് യഥാർത്ഥത്തിലുള്ളതല്ല, ഒരു തമാശ കഥ പിന്നീട് ഫലിത സാമ്രാട്ടായ ഇ വി കൃഷ്ണപിള്ള ഉണ്ടാക്കിയതാണ്. പലരും വിചാരിച്ചിട്ടുള്ള ചരിത്ര സംഭവമാണ് എന്നാണ്. അങ്ങനെയല്ല. ഇ വിയുടെ കഥ പ്രകാരം തരിയത് കുഞ്ഞിത്തോമൻ നിയമസഭയിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്താണ് ദിവാൻ സാർ CP രാമസ്വാമി അയ്യർ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് 2 ജിറാഫുകളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. അന്ന് ഈ ഡിസ്കവറി ചാനലും ആനിമൽ പ്ലാന്റും ഒന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് തിരുവിതാംകൂറുകാർക്ക് പൊതുവെ ജിറാഫ് എന്താണെന്ന് അറിയില്ല. ജിറാഫിനെ കണ്ടവരും ആരും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു സാധനത്തെ കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ, അതും 2 കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ തരിയത് കുഞ്ഞിത്തോമൻ ചാടി എഴുന്നേറ്റ് അതിലൊന്ന് കത്തോലിക്കൻ വേണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് കഥ. വെറും കഥയാണെങ്കിൽ പോലും അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് അസംഭവ്യമായ ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇത്ര അധികം പ്രചാരം കിട്ടിയത്. സത്യം പറഞ്ഞ് ഈ തരിയത് കുഞ്ഞിത്തോമൻ മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 60 70 കൊല്ലമെങ്കിലായിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ കഥ നമ്മൾ ഓർമ്മിക്കുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് പല സ്ഥലത്തും UDF ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ വിവിധ സാമുദായിക സംഘടനകൾ എടുത്താൽ പോകാത്ത അവകാശവാദങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോഴാണ്. ഇവിടെ ഈ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ UDF ഭൂരിപക്ഷം കിട്ടി. 78 അംഗങ്ങളുള്ള നഗരസഭയിൽ ഏതാണ്ട് 48 പേരോ മറ്റോ 47 പേരോ 48 പേരോ UDFകാരായിട്ട് ജയിച്ചു, ഒരു സ്വതന്ത്രം ഉൾപ്പെടെയാണ്. അതിൽ 18 പേർ ലത്തീൻ കത്തോലിക്കരാണ്. എറണാകുളം കൊച്ചി പ്രദേശം ക്രിസ്ത്യാനികൾക്ക് പൊതുവിലും ലത്തീൻ കത്തോലിക്കർക്ക് പ്രത്യേകിച്ചും മേൽക്കൈയുള്ള പ്രദേശമാണ്. ഏതാണ്ട് 40% ലത്തീൻ കത്തോലിക്കരുണ്ട്. അതനുസരിച്ചുള്ള പ്രാതിനിധ്യം അവർക്ക് കോൺഗ്രസിലും LDFിലും ഒക്കെ കിട്ടാറുണ്ട്. എറണാകുളത്തെ പ്രസിദ്ധരായ ചില ലത്തീൻ കത്തോലിക്കരുടെ പേര് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസിൽ A ഗ്രൂപ്പ്, ഹൈബി ഈഡൻ I ഗ്രൂപ്പ്, പ്രൊഫസർ KV തോമസ്, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയൊക്കെ ഉപേക്ഷിച്ച് പോയി എങ്കിൽ പോലും പുള്ളി കരുണാകരൻ്റെ പ്രധാനപ്പെട്ട ശില്പത്തി. പിന്നെ കൊച്ചിയിൽ MLA ആയിരിക്കുന്ന സഖാവ് KJ മാക്സി, ഇവരൊക്കെ ലത്തീൻ കത്തോലിക്കരാണ്. ലത്തീൻ കത്തോലിക്കർക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സുകാരും മിക്കവരും തന്നെ ഈ ഇടവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോടെന്ന പോലെ വലിയ പ്രതിപത്തി കോൺഗ്രസിനോട്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ I ഗ്രൂപ്പിനോട് ഉള്ളവരാണ്. ലത്തീൻ കത്തോലിക്കറിൽ സംബന്ധിച്ചിടത്തോളം വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ്. കുരിശ് കഴിഞ്ഞാൽ, ക്രൂശിത രൂപം കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തിയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ ആ സമുദായത്തിൽ നിന്ന് ഒരു മേയർ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റുന്നു. പക്ഷേ മേയർ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടണം എന്ന് ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് വന്ന് ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ അവകാശവാദം ഉന്നയിക്കാൻ വെച്ചാൽ അത് കുറച്ച്, അത്ര അധികമില്ല, എന്നാലും കുറച്ച് ഒരു പോക്കണം കേടായിട്ടാണ് എന്നെ പോലുള്ളവർക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സഖാവ് ഒരു ചങ്ങാതി TV ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുകയാണ്, ഈ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു, മേയർ സ്ഥാനം ലത്തീൻ കത്തോലിക്കിന് കിട്ടണം, ഇത്തവണ വനിതാ സംവരണമാണ്. അപ്പോൾ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരു വനിതയെ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇവിടെ 3 വനിതകളുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. ഒരാൾ ദീപ്തി മേരി വർഗീസാണ്. അവർ ക്രിസ്ത്യാനിയാണ് എങ്കിലും കത്തോലിക്ക സമുദായ അംഗമല്ല. അവർ മർത്തോമ സഭയിൽ ജനിച്ച് ഒരു നായർ യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്.
ഇപ്പോഴും ക്രിസ്ത്യാനിയായിട്ടാണ് തുടരുന്നതെങ്കിലും ലത്തീൻ കത്തോലിക്കല്ല. മറ്റൊരാൾ മിനിമോളാണ്. മിനിമോൾ ഇഴവ സമുദായത്തിൽ ജനിച്ച് ലത്തീൻ കത്തോലിക്കയിലേക്ക് കൺവെർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അവരും ലത്തീൻ കത്തോലിക്ക കോട്ടയിലാണ്. വരാപ്പുഴ അതിരൂപതയുടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി. മൂന്നാമത്തെ സ്ഥാനാർത്ഥി വളരെ സമ്പന്നയും കൂടിയാണ്. കൊച്ചി രൂപതയുടെ പിന്തുണയുള്ള ഷൈനി മാത്യു. ഷൈനി മാത്യു കൃത്യം 10 കൊല്ലം മുമ്പ് കൊച്ചിയുടെ മേയറാകാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങിയതാണ്. അന്ന് ചെറിയ വ്യത്യാസത്തിലാണ് തട്ടിപ്പോയത്. സാക്ഷാൽ VM സുധീരൻ KPC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വലിയ ആദർശക്കാരനായിരുന്നു. കൂട്ട് ഷൈനി മാത്യുവിൻ്റെ പേര് വെട്ടി. കാരണം അവർ ആദ്യമായിട്ട് ജയിച്ച ആളാണ്. ആദ്യമായിട്ട് ജയിച്ചവർക്ക് പരമാവധി മേയർ സ്ഥാനമോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനമോ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുധീരൻ ചില നോംസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ നോംസിൽ തട്ടിയിട്ട് മേയർ സ്ഥാനം തട്ടിപ്പോയ ആളാണ് ഷൈനി മാത്യു. അവർ വളരെ സമ്പന്നയാണ്. പണം കൊടുത്താൽ വാങ്ങാവുന്ന ഏത് പദവിയാണെങ്കിലും അവരും അവരുടെ ഭർത്താവും കൂടി കൈക്കലാക്കും എന്നുള്ളത് പ്രസിദ്ധമാണ്. അപ്പോൾ കൊച്ചി രൂപതയുടെയും കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പിൻ്റെയും അതിൽ തന്നെ നമുക്ക് പ്രിയങ്കരനായ ഡൊമിനിക് പ്രസന്റേഷനെയും ശക്തമായി പിന്തുണയിട്ട് അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ധീരവനിതയാണ് ഷൈനി മാത്യു. വരാപ്പുഴ രൂപതയുടെ പിന്തുണയുള്ള ഐ ഗ്രൂപ്പിൻ്റെ മാനസപുത്രിയാണ് നമ്മുടെ VK മിനിമോൾ. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിനെ പിന്തുണയില്ലാത്ത എന്ന AICC ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ KC വേണുഗോപാലിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് കരുതപ്പെടുന്നവരുമായ ഒരു ധീരവനിതയാണ് ദീപ്തി മേരി വർഗീസ്. പക്ഷേ എന്ത് ചെയ്യാം, ജനിച്ചത് മാർത്തോമ സമുദായത്തിലായിപ്പോയി. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ഗ്രൂപ്പും പാർട്ടിയിലെ സീനിയോറിറ്റി മാത്രം നോക്കിയാൽ പോരാ. സമുദായം പ്രധാനമാണ്, സഭ പ്രധാനമാണ്. മാർത്തോമ സഭക്കാർ കൊച്ചി കോർപ്പറേഷനിൽ താരതമ്യേന വളരെ കുറവാണ്. ലത്തീൻ കത്തോലിക്കലാണെങ്കിൽ വളരെ കൂടുതലുമാണ്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കും എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും തരിയത് കുഞ്ഞിത്തൊമ്മ മരിച്ചിട്ട് കൊല്ലം 10-60 അല്ലെങ്കിൽ 10-70 ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്തലമുറക്കാർ ഇപ്പോഴും ഉണ്ട്. അതും നമ്മുടെ കൊച്ചിയിലുണ്ട്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുമ്പോഴും പഴയ കൊച്ചിയേക്കാളും മോശപ്പെട്ട പുതിയ കൊച്ചി ആണിപ്പോൾ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഈ 3 പേരിൽ ആര് മേയറായാലും കൊച്ചിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടാവില്ല. അഴിമതി കൂടുകയല്ലാതെ കുറയാനും പോകുന്നില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CPM-കാരെക്കാളും കലാപരമായിട്ടും അല്ലെങ്കിൽ മനോഹരമായിട്ടും അഴിമതി നടത്താൻ കഴിവുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അവരത് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടും കൂടിയാണ് ഇത് 5 കൊല്ലം മുമ്പ് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇത്തവണ ക്ലിയർ മെജോറിറ്റി ഉണ്ട്. എങ്കിലും സംഗതി പഴയ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്.